بسم الله الرحمن الرحيم. പത്തനംതിട്ടയിൽ നിന്ന് ജോസഫ് ജെയിംസ് ചോദിക്കുന്നു, ആണുങ്ങൾക്ക് എത്രയും കെട്ടാം, പെണ്ണുങ്ങൾക്ക് ഒന്ന് മാത്രം പാടുള്ളൂ. ഇതാണ് ഖുർആൻ്റെ നീതി. ഈ അനീതി പോലും തിരിച്ചറിയാൻ പർദ്ദയിട്ട് ഖുർആൻ ക്ലാസ്സിലേക്ക് പോകുന്ന സ്ത്രീകൾക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് ആണുങ്ങൾക്ക് എത്രയും കെട്ടാമെന്നും പെണ്ണുങ്ങൾക്ക് ഒന്നേ പാടുള്ളൂ എന്നല്ലാണ് എൻ്റെ സുഹൃത്തിൻ്റെ നിരീക്ഷണം. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ഒന്ന് വായിച്ചു നോക്കണമെന്ന് മാത്രമാണ് എൻ്റെ സുഹൃത്തിനോട് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. പരിശുദ്ധ ഖുർആൻ പുരുഷന്മാർക്ക് എപ്പോഴും എത്രയും എങ്ങനെയും കെട്ടാമെന്ന് പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞത് നീതി പുലർത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കൊന്നിലധികം വിവാഹമാകാം, പരമാവധി 4 വരെയാകാം, അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാണ്. അത് നീതി പുലർത്താൻ കഴിയുമെങ്കിൽ. അവിടെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇസ്ലാം ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് പ്രകൃതിയിൽ അധിഷ്ഠിതമായ ആദർശമാണെന്നുള്ളതുകൊണ്ട്. പുരുഷപ്രകൃതിക്ക് ചില അവസരങ്ങളിലെങ്കിലും ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ട അനിവാര്യതയുണ്ടാകും. അത് എല്ലാവരും അംഗീകരിക്കുന്നു എന്നതിന് തെളിവ് ലോകത്തെങ്ങും ഏത് അവസ്ഥയിലും ഏത് കാലാവസ്ഥയിലും അത് നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അതേസമയം ഇന്ന് ആധുനിക സമൂഹം വിവാഹത്തിലൂടെ അത് പാടില്ല എന്ന് പറയുന്നു. എന്നാൽ വിവാഹേതരമായ മാർഗങ്ങൾ മുഴുവനും തുറന്നു വെക്കുന്നു. ഇസ്ലാം അവിടെ ചെയ്യുന്നത് വിവാഹേതരമായ എല്ലാ മാർഗങ്ങളും അടക്കുന്നു. അനിവാര്യമായ സാഹചര്യത്തിൽ ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയുണ്ടെങ്കിൽ അത് വിവാഹത്തിലൂടെ മാത്രമേ ആകാൻ പാടുള്ളൂ എന്ന് പറയുന്നു. എന്തുകൊണ്ട്? അത് പ്രകൃതിപരമാണ് എന്നതുകൊണ്ട്. ഇവിടെ ചോദ്യം അതല്ലല്ലോ, ബഹുഭർത്തൃത്വം എന്തുകൊണ്ട് അനുവദിച്ചില്ല എന്നുള്ള. ബഹുഭാരിത്വത്തെക്കുറിച്ച് വിശദമായി നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ബഹുഭർത്തൃത്വം എന്തുകൊണ്ട് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം മറ്റേ ഉത്തരത്തിൻ്റെ അനുബന്ധമാണ്. ബഹുഭാര്യത്വം പ്രകൃതിപരമാണ്, മാനവികമാണ്, അതുകൊണ്ട് തന്നെ ഇസ്ലാം അനുവദിക്കുന്നു. ബഹുഭർത്തൃത്വം പ്രകൃതി വിരുദ്ധമാണ്, മാനവ വിരുദ്ധമാണ്, അതുകൊണ്ട് ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. മർഡോക്കിൻ്റെ പഠനങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ പഠനങ്ങളെടുത്ത് പരിശോധിച്ചാൽ 1870 സമൂഹങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ എല്ലായിടത്തും പുരാതന സമൂഹങ്ങളിൽ ബഹുഭാര്യത്വമുണ്ട്. എന്നാൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ബഹുഭർത്തൃത്വം നിലനിന്നത്. അത് തന്നെ സക്സസ്ഫുൾ ആയിട്ടില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാലോ, നായന്മാരുടെ ഇടയിലെല്ലാം അത്തരം സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് എത്ര കാലം നിലനിന്നു? വളരെ കുറച്ച് സമയം. അത് കൂടുതൽ കാലത്തേക്ക് പോയിട്ടില്ല. അതിന് അതിൻ്റേതായ ന്യായീകരണങ്ങളുണ്ടായിരുന്നു, വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സ്മൃതികളുടെ അടിസ്ഥാനത്തിലെല്ലാം. പക്ഷേ അത് കൂടുതൽ നിലനിന്നിട്ടില്ല. കാരണം എന്താ? ആ ഒരു സ്ഥാപനം പെൺവിരുദ്ധമാണ് എന്നതുകൊണ്ട് കൂടിയാണ്. അത് പുരുഷവിരുദ്ധമാണ്, പെൺവിരുദ്ധമാണ്, മാനവ വിരുദ്ധമാണ്, പ്രകൃതി വിരുദ്ധമാണ്. എന്താ കാരണം? പെണ്ണവസ്ഥയിൽ നമ്മൾ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പെൺ മനസ്സ് മോണോഗമസാണ്. അഥവാ പെണ്ണിൻ്റെ മനസ്സിൽ ഒരു പുരുഷനെ സ്ഥാനം നൽകാൻ കഴിയൂ. ഒരേ സമയത്ത് ഒന്നിലധികം പുരുഷന്മാരെ സ്നേഹിക്കാൻ, ഉൾക്കൊള്ളാൻ, അവർക്ക് സംതൃപ്തമായി ശരീരത്തെ സമർപ്പിക്കുവാൻ പെണ്ണിന് കഴിയില്ല. ഇതിന് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പഠനങ്ങളുണ്ട്. കിൻസർ റിപ്പോർട്ടിലുള്ള സെക്ഷൽ ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ഫീമെയിൽ എന്ന ഭാഗം വായിച്ചു നോക്കിയാൽ മതി നിങ്ങൾ. പെണ്ണിന് അങ്ങനെയാണ്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അവിടെ പെണ്ണിൻ്റെ മനസ്സ് ഏക ഇണയെയാണ് തേടുന്നതെന്ന് പറയുമ്പോൾ അതിനർത്ഥം വിവാഹേതരമായ ബന്ധങ്ങൾ പെണ്ണിലില്ലേ എന്ന ചോദ്യവുമായി തരച്ചവ മറുപടിയായിട്ട് വരാം. തീർച്ചയായും ഉണ്ട്. അതിൻ്റെ കാരണം തൻ്റെ ഔദ്യോഗികമായ ഇണ അവളുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് അത്തരം ഇണകളെ, ആ ഇണകളുമായുള്ള ബന്ധം അവർക്ക് പലപ്പോഴും അരോചകമാകുന്നത്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ തന്നെ ചിലപ്പോൾ ഈ സ്ത്രീകൾ ഇത്രയും ക്രൂരന്മാരാകുമോ എന്ന് ചോദിക്കുന്ന കേസുകൾ എടുത്ത് നോക്കിയാൽ എന്താ കഥ? വിവാഹിതരായതിനു ശേഷം, മക്കളുണ്ടായതിനു ശേഷം അവർക്ക് കാമുകന്മാരുണ്ടാകുന്നു. ആ കാമുകന്മാരുണ്ടായി കഴിഞ്ഞതിന് ശേഷം അവർ ഭർത്താക്കന്മാരെ കൊന്നുകളയുന്നു, കഴുത്തറുത്ത് കൊള്ളുന്നു, അല്ലെങ്കിൽ മറ്റു രൂപങ്ങളിലുണ്ടാകുന്നു. എന്താ കാരണം? ആത്യന്തികമായി അവരുടെ മനസ്സിൽ നിന്ന് ഇയാൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇറങ്ങിക്കഴിഞ്ഞ ഒരാൾ, അയാളുമായുള്ള ബന്ധമല്ല, അവർക്ക് ഭയങ്കര അരോചകമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് പെൺ മനസ്സ് മോണോഗമസാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിച്ചതുപോലെ ബഹുഭർത്തൃത്വം അനുവദിച്ചില്ല. ഇനി അത് പ്രകൃതി വിരുദ്ധവും പെൺവിരുദ്ധവുമാണ്. ഒന്നാമത്, അവൾ ഗർഭിണിയാകുന്നു, സ്വാഭാവികമായി ലൈംഗികതയുടെ ഭാഗമായി.
ഗർഭിണിയായി കഴിയുമ്പോൾ അവൾ സ്വാഭാവികമായ ശാരീരികമായ അബലതയിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് അവളുടെ മനസ്സും ശരീരവും ആഗ്രഹിക്കുന്നത് ഏതൊരാളുടെ കുഞ്ഞാണോ ഗർഭാശയത്തിൽ വളരുന്നത് ആ ആളുടെ തലോടൽ കേൾക്കാനാണ്, നല്ല വാക്കുകൾ കേൾക്കാനാണ്, സ്നേഹമനുസൃതമായ പെരുമാറ്റത്തിനാണ്. ആരുടെ കുഞ്ഞാണ് വളരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ആ ഒരു പെരുമാറ്റം ഉണ്ടാവില്ല, അത് ലഭിക്കില്ല. അത് പെണ്ണിൻ്റെ അവകാശത്തെയാണ് തടയുന്നത്. രണ്ടാമതായി അവൾ പ്രസവിക്കുന്നു. പ്രസവ സമയം അവൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന സഹിക്കുന്ന സമയമാണ്. ആ സമയത്ത് അതിനു മുൻപും ശേഷവുമെല്ലാം അവൾക്ക് ഈ കുഞ്ഞ്, താൻ പ്രസവിക്കുന്ന കുഞ്ഞിൻ്റെ പിതാവ്, ആ പിതാവിൻ്റെ നല്ല വർത്തമാനം, സ്നേഹോഷ്മളമായ തലോടൽ, ഇതാണ് അവൾ ആഗ്രഹിക്കുന്നത്. ആരുടേതാണ് കുഞ്ഞെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അത് ലഭിക്കില്ല. മൂന്നാമതായി കുഞ്ഞുണ്ടായി. കുഞ്ഞിന് ആത്മാർത്ഥമായ പരിചരണം ലഭിക്കണം. കുഞ്ഞിൻ്റെ വളർച്ചയിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും റോളുണ്ട് എന്ന് ഇന്ന് പാരൻറ്റിങ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിതാവ് ആരാണ് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ കൃത്യമായ റോൾ നിർവഹിക്കാൻ കഴിയില്ല. കാരണം അതിലൊരു അറ്റാച്ച്മെൻറ്റിൽ നിന്നുണ്ടാകുന്നതാണ്, അതല്ലാതെ കേവലം യാന്ത്രികമായി ഉണ്ടാകുന്നതല്ല. നാലാമതായി ഇയാൾ അഥവാ മരണപ്പെടുകയാണെങ്കിൽ ഏത് പിതാവിൻ്റെ ഏത് കുഞ്ഞുങ്ങൾക്ക് അനന്തരാവകാശം നൽകണമെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി ചിലപ്പോൾ പറയാം, ഇന്ന് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ പോയിട്ട് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ടെസ്റ്റ് നടത്തിയാൽ കുഞ്ഞിൻ്റെ പിതാവ് ആരാന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ വാദങ്ങളൊന്നും ശരിയല്ല, അത് യാന്ത്രികമാണ്. ഒരു കുഞ്ഞ് തൻ്റെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടുമായി ചെന്ന് ഉപ്പാനോട്, വാപ്പാനോട്, അച്ഛനോട്, അച്ഛാ താങ്കൾ എൻ്റെ പിതാവാകുന്നു, അതുകൊണ്ട് താങ്കൾ സ്നേഹം തരണം, എനിക്ക് വൈകാരികമായ വായ്പകൾ നൽകണം എന്ന് പറയുന്ന ഒരവസ്ഥയല്ല ഇസ്ലാം, ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായി ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്ന വൈകാരിക ഭാവങ്ങളെയാണ്. ആ ഭാവങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ബഹുഭർത്തൃത്വം പ്രകൃതി വിരുദ്ധമാണ്, മാനവ വിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അത് അനുവദിച്ചില്ല, ഖുർആൻ അത് അനുവദിച്ചില്ല. ബഹുഭാര്യത്വം അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ബഹുഭാര്യത്വം സ്വീകരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, ഇസ്ലാം പറഞ്ഞിട്ടില്ല. അനിവാര്യമായ സാഹചര്യത്തിൽ ഒരുപാട് നിബന്ധനകളോട് കൂടിയുള്ള അനുവാദമാണത്. ആ അനുവാദം എന്തുകൊണ്ട് അനുവദിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അത് പ്രകൃതിപരമാണെന്നുള്ളത് കൊണ്ട്, ഇതെന്തുകൊണ്ട് അനുവദിച്ചില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അത് പ്രകൃതി വിരുദ്ധമായത് കൊണ്ട് എന്നാണ്. പിന്നെ ചോദ്യം, ഇതെല്ലാമായിട്ടും പെണ്ണുങ്ങൾ ഖുർആൻ ക്ലാസ്സിന് പോകുന്നു പർദ്ദയിട്ടിട്ടെന്നാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. ഈ ഖുർആൻ പഠിക്കാൻ, ഈ പറഞ്ഞ പെണ്ണിന് ബഹുഭർത്തൃത്വം അനുവദിച്ചില്ല എന്ന് പറയുന്ന ഖുർആൻ പഠിക്കാൻ, പുരുഷന് ബഹുഭാര്യത്വം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഖുർആൻ പഠിക്കാൻ പെണ്ണുങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ്? ആ ഖുർആൻ അവർക്ക് തൃപ്തികരമായതുകൊണ്ടാണ്. ഈ ചോദ്യം വരുന്നത് പുരുഷന്മാരിൽ നിന്നാണ്. എന്താ കാരണം? പുരുഷന്മാർ പെണ്ണുങ്ങളും തങ്ങളെപ്പോലെയാണ് എന്ന് ധരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആനിനെ അളക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആ ഖുർആൻ പൂർണ്ണമായി വായിക്കാനിട്ട് സന്നദ്ധാവണമില്ല. അതുകൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾ തന്നെ ഉണ്ടാകുന്നത്. സ്ത്രീകൾ ഖുർആൻ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നതെല്ലാം ഖുർആൻ നൽകുന്ന ജീവിത വീക്ഷണം അവർക്ക് സംതൃപ്തമായതുകൊണ്ടാണ്. ആ സംതൃപ്തി തുടർന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ടെന്നാൽ അത് ദൈവിക ഗ്രന്ഥമാണ്. അത് പഠിക്കാൻ സന്നദ്ധമായാൽ ഇത്തരം ചോദ്യകർത്താക്കൾക്കും തെറ്റിദ്ധാരണകൾ നീങ്ങും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്.